അപ്പൊ സാറ് എന്ന് പോലെ ആളെ വിടണം? ഇന്ന് തന്നെ വിട്ടോട്ടെ. ഇവരെയോ? എന്റെ ഹോട്ടലിലെ സെക്യൂരിറ്റി ജോലിക്കോ? അതെ സാർ, നന്നായിരിക്കും, ഡീസന്റ് ആയിരിക്കും. ഇവരുടെ രൂപം ഭാവം കൊണ്ട് തെറ്റിദ്ധരിക്കുന്ന വേണ്ട, നല്ല മിടുമിടുക്കന്മാരാ. സാർ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു രഹസ്യം പറയാം. ഇവിടുത്തെ പോലീസ് ഉണ്ടല്ലോ, നല്ല കൊടികുത്തിയ കള്ളന്മാരെ പിടിക്കാനും എണ്ണം തികഞ്ഞ റൗഡികളെ നിലയ്ക്ക് നിർത്താനും വളരെ രഹസ്യമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. സബ് ജയിൽ ചാടിയ 3 കള്ളന്മാരെ അയാൾ ഒറ്റയ്ക്ക് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടാ തോന്നൂല്ലേ? ഇല്ല. കർശനമായ റിക്രൂട്ട്മെന്റിലൂടെ അല്ലേ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ചിലർക്ക് ഇത്തിരി പ്രായക്കൂടുണ്ടെന്ന് മാത്രം. അതിനെന്താ സാറേ, പാമ്പും പഴയതല്ലേ നല്ല. എനിക്കങ്ങനെ പഴയ പാമ്പുകളെ ആവശ്യമില്ല. നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുള്ള വേറെ ഏജൻസികൾ ഇവിടെ ഉണ്ട്. സാർ വയസ്സന്മാർക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ സാർ? സാർ സാർ പ്ലീസ്, നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കലടാ. നിന്റെ ഹോട്ടലിൽ തുടങ്ങി 3ന്റെ അന്ന് പൂട്ടിയിരിക്കും. എന്താ പറഞ്ഞേ? നമ്മളെ വേണ്ടാന്ന്. എന്തിനാ നോക്കുന്നത്? നിങ്ങളെന്നും അയാൾക്ക് വേണ്ടെന്ന്. ഓ, നിങ്ങൾക്ക് പ്രായം തീരെ കുറഞ്ഞു പോയെന്ന്. എന്തോന്നാ നമ്മളെ വേണ്ടെന്ന് ആ സാറ് പറഞ്ഞു. വെറുതെ അല്ല അയാൾ വേണ്ടെന്ന് പറഞ്ഞത്. ഓ, കുറച്ചെങ്കിലും നല്ല ചെറുപ്പക്കാരും കൂട്ടത്തിൽ വേണം പപ്പേട്ട, അല്ലെങ്കിൽ അതിന് 700-800 ശമ്പളം കൊടുക്കണം. 300-400 ഇങ്ങനത്തെ തെണ്ടികളെ കിട്ടുള്ളൂ. ഹലോ, സേഫ് സെക്യൂരിറ്റി സർവീസ് ഹിയർ. അതെ, ക്യാപ്റ്റൻ പപ്പനാണ് സംസാരിക്കുന്നത്. തിയേറ്ററിന്നോ? സെക്യൂരിറ്റിക്കാരനെ കാണാനില്ലോ. ദൈവമേ, ഏത് ചെകുത്താനെയാണോ കണി കണ്ടത്? എന്താ സാർ വല്ലാതിരിക്കുന്നേ? ആ തിയേറ്റർ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. ഷോ തുടങ്ങുന്ന സമയത്ത് സെക്യൂരിറ്റിക്കാർ തിയേറ്ററില്ല. അന്വേഷണം വെളിയിൽ നിന്ന് ബ്ലാക്കിൽ ടിക്കറ്റ് വെക്കുന്നു. അത് നല്ലതല്ലേ? നമ്മളോ ശമ്പളം കൊടുക്കുന്നില്ല, ആ വഴിക്കെങ്കിലും അവർക്ക് കുറച്ച് കാശ് കിട്ടട്ടെ. റോസ്മേരി, എന്തോ ഒന്നുമില്ല. ഇത് നാളെയല്ലേ സാലറി ഡേറ്റ്, അതിന്റെ ലിസ്റ്റാ. ദൈവമേ, ബാങ്കിൽ എത്ര രൂപ കാണും? അത് 2000 കാണും. ഇനി ഞാൻ വിചാരിച്ച ഒരു രക്ഷയില്ല. അകത്തോണ്ട് കൊടുക്ക്. മിസ്റ്റർ ഹരിഹരൻ അകത്തുണ്ടല്ലോ. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. എന്താ കാര്യം? അത് എന്താ സെക്യൂരിറ്റി ആവശ്യമുണ്ടോ? വീട്ടിലേക്കോ ഓഫീസിലേക്കോ ഷോപ്പിലേക്കോ? ഡേ നൈറ്റ് ആണോ അതോ രാത്രി മാത്രം മതിയോ? അതിന് പറ്റിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ലേഡീസ് ഹോസ്റ്റലിലേക്കാണെങ്കിൽ പക്വതയുള്ള ആൾക്കാർ വേറെ ഉണ്ട്. എനിക്ക് മിസ്റ്റർ ഹരിഹരനെയാ കാണേണ്ടത്. അയ്യോ, അദ്ദേഹം പാർട്ണറാണ്. സെക്യൂരിറ്റി പണിക്കൊന്നും ക്യാപ്റ്റൻ പോവില്ല. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, ഒരു പേഴ്സണൽ കാര്യത്തിനാ. അയ്യോ, ഞാനും പാർട്ണറാണ്, എന്നോട് പറഞ്ഞാ പോരെ? അദ്ദേഹത്തിനോട് നേരിട്ട് പറയേണ്ടതാ. അദ്ദേഹം അകത്തുണ്ട്, ചെന്നാട്ടെ. അപ്പൊ ഞാൻ സ്വപ്നം കണ്ടത് നേരെ തന്നെ.